ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പം ഞാനിതേ മലപ്പുറത്തുനിന്ന് തൃശ്ശൂർ എത്തിയിട്ടോ, ചാലക്കുടി എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉമ്മ കുക്ക് ചെയ്ത് തരുന്ന ഒരു വീഡിയോ ആണ്. ഇത്രയും നേരം ആടുകൾ ഭയങ്കര ശബ്ദമായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് വീഡിയോ ചെയ്യാൻ കണ്ടപ്പോൾ അവർ ശബ്ദമൊക്കെ കുറച്ചിട്ടുണ്ട്. ഇതിവിടെ നിറയെ ആടുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ട് ഉള്ള പ്രചോദനം, മുന്നോട്ട് പോകാനുള്ള ഒരിതും നിങ്ങളുടെ. അപ്പോൾ അതിവിടെ അവിടെ ഒരു കൂട്ടിൽ പട്ടിക്കുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അതിനോട് സംസാരിക്കുകയാണ് പാത്തു. ഞാൻ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചിട്ട് ഇറങ്ങി വന്നിട്ടാട്ടോ വീഡിയോ എടുക്കണത്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഞാൻ വിചാരിച്ച അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ലെങ്ത്ത് കുറച്ച് കുറവാണ്. അത് ഷോർട്ട് ഇടാനും പറ്റില്ല. ഷോർട്ട് ഇടാനും വേണ്ടി നമ്മൾ ഫോൺ ഇങ്ങനെ ചെരിച്ച് പിടിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഷോർട്ട് ഇടാനും പറ്റില്ല. അപ്പോൾ വീഡിയോ അത് അധികമൊന്നുമില്ല, കുറച്ച് അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പോൾ ആ വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ കൂടെ ഞാൻ ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. ആടുകൾ ശബ്ദം ഉണ്ടാക്കി തുടങ്ങി. ഞാൻ അങ്ങോട്ട് അവിടെ പോയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല വെയിലും പിന്നെ കുറേ വലിയ ആടുകളുണ്ട് അവിടെ. അപ്പോൾ അതിനെ കാണുമ്പോൾ എനിക്കൊരു പേടിയാട്ടോ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോയില്ല. പുതിയ ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കൂട്ടാക്കോ തിരിച്ചും കൂട്ടാക്കാം, അങ്ങനെ ആരും കമൻറ്റ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ കമൻറ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും ദോഷം വരിക. അപ്പം അങ്ങനെ ആരും കമൻറ്റ് ചെയ്യരുത്. നിങ്ങളുടെ വീഡിയോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർ സബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. വീഡിയോ കണ്ട് കട്ടക്ക് സപ്പോർട്ട് നിൽക്കണേ. നിങ്ങളെ ഒരുപാട് കട്ടക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ. കുറേ പേര് വിദേശത്തുള്ളവരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദി. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ എടുത്തതെന്ന് വെച്ചാൽ, ആ ഒരു വീഡിയോയുടെ കൂടെ ഈ വീഡിയോ ഞാൻ ആഡ് ചെയ്യണതെന്ന് വെച്ചാൽ, ആ വീഡിയോ ഷോർട്ടായിട്ടും എനിക്ക് ഇടാൻ പറ്റില്ല, ലോങ് ആയിട്ടും ഇടാൻ പറ്റില്ല. ഞാനതേ എടുത്തപ്പോൾ ശ്രദ്ധിച്ചില്ല, അതാണ് പ്രശ്നമായത്. പിന്നെ കുറച്ച് വീഡിയോസ് അവിടെ നിന്ന് കൂടുതൽ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു ലെങ്ത്ത്. പക്ഷേ കുറേ കുട്ടികളുണ്ട്, അനിയത്തിമാരുടെ കുട്ടികളൊക്കെ. ഞാൻ വല്ലപ്പോഴേ പോവാറുള്ളൂ, 2 മാസം കൂടുമ്പോഴൊക്കെ പോവാറുള്ളൂ. അപ്പോൾ കുട്ടികൾ നമ്മളെ വിട്ടു പോവില്ല, അവർ നമുക്ക് ചുറ്റും ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം അധികം എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിലെ വീഡിയോ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇവിടെ കുറേ ആടുകളുണ്ട് കേട്ടോ, വലിയ ആടുകളുണ്ട്, കുട്ടികളുണ്ട്. നല്ല വെയിലാട്ടോ ഇവിടെ. ഈവനിങ്ങിലൊക്കെ ഇവിടെ വന്നിരിക്കണം. വാ പോവാ നമുക്ക്. വായോ, നീ കുത്തും. ടാറ്റ കൊടുത്തേ, ബൈ, സീ യു പറഞ്ഞേ. എന്ത് ചെറിയ ആടുകുട്ടിയാണേ, അതിൻ്റെ അടുത്തേക്ക് പോവണ്ട. നീ വാ, നീ പോവാ നമുക്ക്. പോരും, വായോ, വീട്ടിൽ പോവാ. പാത്തു പോരില്ല കേട്ടോ. പാത്തു ആടുകളെ കണ്ട അവിടെ പോരേയില്ലേ. അവള് കാണിച്ചു തരാണ് നിനക്ക്. ചെറിയ ആടും കുട്ടി ഇതാണ്. ചെറിയ കുട്ടിയാണ്. നല്ല രസമുണ്ടല്ലേ കാണാന്. ചെറിയ ആടുകുട്ടി. നമുക്ക് പോവാ, പോരും. ഇതാണ് ആ പറയപ്പെട്ട വീഡിയോ. ചിക്കൻ പാർട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇഞ്ചിയൊക്കെ നേരാക്കട്ടെ. തിരക്കിട്ടിട്ട് പണിയിലാണ്. ചിക്കൻ പാർട്സ് ആണ് കറി വെക്കണേ. ചിക്കൻ പാർട്സ് ഇതവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വീട്ടിലായതുകൊണ്ട് തന്നെ ഉമ്മയാണ് കറി വെക്കണത്. അപ്പോൾ ഉമ്മ എങ്ങനെ കറി വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചിക്കനും ബീഫൊക്കെ കൊണ്ടുവന്നാൽ ഉമ്മ കറി വെക്കുക അടുപ്പിലാണ് കേട്ടോ. അടുപ്പിൽ വെച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൻ്റെ ഇടയിൽ പാത്തു അപ്പുറത്ത് കളിക്കുമായിരുന്നു. പാത്തുവിന് കുറേ കൂട്ടുകാരുണ്ട്, അവരൊക്കെ ഇത് പാത്തു കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പാത്തുവിനെ ഒന്ന് കാണാൻ വന്നതാണ്. അപ്പോഴത്തേക്ക് ഉമ്മ ഇവിടെ സബോളയും തക്കാളിയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കറിവേപ്പില എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഉമ്മ അതിന് പൊടികളൊക്കെ ഇട്ടു കേട്ടോ. ഉമ്മ സാധാ പൊടിയാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ പാർട്സ് ഇട്ടു. ഉമ്മാൻ്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന പ്രത്യേക ടേസ്റ്റ് തന്നെയാക്കാറല്ലേ. ഉമ്മ ഇതിൽ കുറച്ച് ചിക്കൻ മസാലയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉമ്മ ചിക്കൻ വെക്കുമ്പോൾ ചിക്കൻ മസാല ഇടുന്ന പറഞ്ഞത്, ഞാനിടാറില്ല കേട്ടോ. ഇതെല്ലാം മിക്സ് ചെയ്തു കേട്ടോ. ഇനി ഇതിങ്ങോട്ടുണ്ട് ഇങ്ങോട്ട് വരട്ടി ഇങ്ങോട്ട് വരണം. അപ്പം ഇനി ഇത്
നല്ലോണം വേവായിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഇതേ നമ്മളെ പാർട്സ് ലിവർ വരട്ടിയത് എന്തായി നോക്കതേ ആവിയൊക്കെ ഇതേ പാറി വരുന്നുണ്ട് കേട്ടോ. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കൂട്ടൊരു ചോറാണ് കഴിക്കണം. ഇനി ഇതെടുത്ത് വെക്കാം. ചിക്കൻ പാർട്സും ചോറും പിന്നെ മുളക് കൊണ്ടാണ്. ആദ്യം ഞാൻ കുറച്ച് ചോറ് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുത്തത് ശരിയായില്ല, ഫസ്റ്റ് എടുത്തത്. രണ്ടാമത് പിന്നെ ഞാൻ എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ അമ്മമാരുണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന് പ്രത്യേക രുചിയാണല്ലേ. വീട്ടിൽ വരുമ്പോൾ കേട്ടോ, വീട്ടിൽ വരുമ്പോൾ ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുക, അതൊക്കെയാണ് പണി. ഇനി വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവുള്ളൂ. മുളക് കൊണ്ടാട്ടമുണ്ടല്ലോ, ഇവിടെ ഉപ്പ കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചമുളക് ഉണക്കി കൊണ്ടാട്ടാക്കിയതാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ചിക്കൻ പാർട്സും ചോറും മുളകും കൊണ്ടാട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ടുള്ള എൻ്റെ വിജയം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ, സീ യു.